ശരിക്കും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കമ്പനിക്കാരും തന്നെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പിന് ഒരു ഗ്യാരണ്ടി തരുന്നില്ല. പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പിന് ഗ്യാരണ്ടിയുടെ ആവശ്യമില്ല, കാരണം വർഷങ്ങളോളം നിൽക്കും. പക്ഷേ എന്നാൽ അവർ ഗ്യാരണ്ടി തരുന്നില്ല. അതുപോലെ തന്നെ കടകളിലും ആരും ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്, ഇന്ന പ്രൊഡക്റ്റാണ് 304 ആണ്, അതിന് ഗ്യാരണ്ടി കൊടുക്കും. 202 ആണ്, അതിനുള്ള ഗ്യാരണ്ടി കൊടുക്കും. അല്ലാതെ ഇത് കംപ്ലൈൻറ്റ് വരില്ല എന്ന് പറഞ്ഞിട്ട് ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. ഇതിൽ കെമിക്കൽ സംഭവങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ വരാറുണ്ട്. അല്ലെങ്കിൽ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വെൽഡിങ് ചെയ്യുന്നില്ല, യൂസ് ചെയ്യണ വെൽഡിങ് റാഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ സിഗ്നേച്ചറിനെ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാറില്ല. പിന്നെ നമുക്ക് വരാറുണ്ട് ചില കേസുകളിൽ. അതായത് കസ്റ്റമർ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല, അപ്പോൾ കസ്റ്റമർ അബ്രോഡ് കാര്യങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ അങ്ങനത്തെ കസ്റ്റമേഴ്സ് കുറേ വരാറുണ്ട്. അപ്പോൾ ഇവർ മെയിൻ്റെനൻസ് ചെയ്യാതെ അങ്ങനെ കിടന്ന് പൊടി പിടിച്ച് അതിൽ ഇതൊക്കെ ആയി ചെറിയ ഇതോട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തൊക്കെ നമ്മളിടയ്ക്ക് പോയിട്ട് വിസിറ്റ് ചെയ്യും. നമ്മൾ പോയിട്ട് അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, സർവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു 8 മാസം പോണ സമയത്തൊക്കെയും നമ്മൾ ആ ഏരിയയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചെയ്ത വീടുകളിലൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചെറിയ വലിയ ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ അവിടുത്തെ സ്റ്റാഫുകൾ വരുന്ന പണിയുടെ കൂട്ടത്തിൽ കൂടെ വന്നിട്ട് അത് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. അല്ലാതെ വേറെ ഒന്നും വരാറില്ല. വലിയ വർക്കുകളോ ഒന്നും തന്നെ ഡാമേജ് ഒന്നും വരുന്നില്ല.